നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുമ നിറഞ്ഞ വാർത്തകളാണ് എന്നും സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ നമ്മെ പിടിച്ചിരുത്തുന്നത്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒരുപോലെ കഴിയുന്ന ഈ മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടനവധി വാർത്തകളാണ് ദിനവും പുറത്തു വരുന്നത്. അതിൽ സന്തോഷകരമായിട്ടുള്ളതും ഉണ്ടാവും, ദുഃഖകരമായിട്ടുള്ളതും ഉണ്ടാവും. റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ താമസിക്കുന്ന അഡ്രിയാന നീഗോ എന്ന 34-കാരി വലിയ നായപ്രേമിയായിരുന്നു. ഒരു ദിവസം അവളെ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ പ്രതികരണം ഒന്നും കിട്ടാതെ വന്നതോടെയാണ് അവളുടെ വീട്ടുകാർ അവളുടെ ഫ്ളാറ്റിലെത്തിയത്. ഫ്ളാറ്റ് പൂട്ടിയിട്ടത് കണ്ടതോടെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ചു. വാതിൽ പൊളിച്ച് അകത്ത് കയറി ഇവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അഡ്രിയാനയുടെ ശരീരം നിലത്ത് കിടക്കുന്ന രീതിയിലായിരുന്നു. മാത്രമല്ല, അഴുകി തുടങ്ങിയ ശരീരത്തിൽ പകുതിയും അവളുടെ 2 നായ്ക്കളും തിന്നിരുന്നു. എങ്ങനെയോ അഡ്രിയാന മരിച്ചുവെന്നും പിന്നാലെ വിശന്നു തുടങ്ങിയപ്പോൾ നായ്ക്കൾ അവളുടെ ശരീരം തിന്നുകയായിരുന്നു എന്നാണ് കരുതുന്നത്. എന്നാൽ വീട്ടിൽ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗങ്ങളും നടന്നതിന് തെളിവില്ല. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് അഡ്രിയാനയുടെ മരണകാരണം എന്തെന്ന് വ്യക്തമായി പറയാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രിയപ്പെട്ട ഉടമയെ നഷ്ടപ്പെട്ട അനാഥരായ 2 നായ്ക്കളെയും അവിടെ നിന്നും നായ്ക്കളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. നിരവധി പേരാണ് അഡ്രിയാനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അവളുടെ സഹോദരി ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത്, മറ്റൊരു മാലാഖ കൂടി സ്വർഗത്തിലേക്ക് യാത്ര പോയിരിക്കുന്നു. എന്റെ സുന്ദരിയായ സഹോദരി ആൻഡ്ര സാക്ഷ ഇനി നമുക്കൊപ്പം ഇല്ല എന്നാണ്. ഇതാദ്യമായല്ല ഒരു മൃഗസ്നേഹിയുടെ മൃതദേഹം അവരുടെ വളർത്തു മൃഗങ്ങൾ തിന്നിരിക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. 2013 യുകെയിലെ ഹാംഷെയറിലും സമാനമായ സംഭവം നടന്നിരുന്നു. അവിടെ 56-കാരിയായ ഒരു സ്ത്രീ സ്വന്തം വീട്ടിൽ വെച്ച് മരിക്കുകയായിരുന്നു. അവളുടെ ദേഹം പൂച്ചകൾ ഭക്ഷിച്ചിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇപ്പോൾ നിരവധി പേരാണ് അഡ്രിയാനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പലർക്കും നായ്ക്കളെ വളർത്തുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. മക്കളെ പോലെ തന്നെ കരുതലും സ്നേഹവും നൽകിയാണ് വളർത്താറുള്ളത്. ഓമനത്തമുള്ള നായ്ക്കുട്ടികളെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. വീട്ടിൽ വളർത്തുന്ന ഡാഷ്, പൊമറേനിയൻ, ബീഗിൾ തുടങ്ങിയ ചെറിയ ഇനം ചില നായ്ക്കുട്ടികൾ അനുസരണയുള്ളതും ആകർഷണമുള്ളതുമാണ്. എന്നാൽ അപകടകാരിയായ നായ്ക്കളുമുണ്ട്. ഇതുവരെ ലഭ്യമായ കണക്കുകൾ വെച്ച് നോക്കിയാൽ പിറ്റ്ബുൾ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ നായ. ഉടമസ്ഥരല്ലാത്തവരോട് അക്രമകാരികളാണ്. സാമൂഹിക പരിശീലനം നൽകിയാലും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇവ പെരുമാറുന്നത്. ഇവയുടെ ആക്രമശീലം വളർത്താനുള്ള പരിശീലനം നൽകുന്നവരുമുണ്ട്. അങ്ങനെയുള്ള പരിശീലനം ലഭിച്ച നായ്ക്കളെ വളരെയധികം സൂക്ഷിക്കണം. വളരെ വിശ്വസ്തരും സൗഹൃദത്തോടെ ആളുകളോട് പെരുമാറുന്നവയുമാണ്. എന്നാൽ പരിചയമില്ലാത്തവർ സൂക്ഷിക്കണം. കൃത്യമായ ട്രെയിനിങ് നൽകി വീടുകളിൽ വളർത്താൻ സാധിക്കും. 24 രാജ്യങ്ങളാണ് ഇവയെ നിരോധിച്ചിട്ടുള്ളത്.